ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ദിവസം കർത്താവ് തരുന്ന ഒരു വലിയ ദൂത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത്. ആ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊന്ന് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വീട് പണി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരുടെ സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വചനം പറയാണ്, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘകാലം വസിക്കാൻ, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ, നിനക്ക് സമാധാനം ഉണ്ടാകാൻ, നിനക്ക് സന്തോഷം ഉണ്ടാകാൻ. വചനം പറയാണ്, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഈ ലോകത്തിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കരുത്. ഈശോയ്ക്ക് കൂടുതൽ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈ നിമിഷങ്ങളിൽ നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.